എല്ലാവർക്കും നമസ്കാരം. പുതുവർഷത്തെ വരവേൽക്കുവാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ 2025 എന്ന വർഷം ഒരുവന് എങ്ങനെയുണ്ട് എന്ന് ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ പ്രധാനമായും രാശി മാറ്റങ്ങൾ നടക്കുന്ന ഒരു വർഷമാണെന്ന് കാണണം. അതായത് ശനി മാർച്ച് 29-ന് രാത്രി 10:39 കുംഭത്തിൽ നിന്നും മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. അതുപോലെ പിന്നെ വരാൻ പോകുന്ന ഒരു രാശിമാറ്റം മെയ് 14-നാണ്. അന്ന് വ്യാഴം, സർവേശ്വരകാരകനായ വ്യാഴം മെയ് 14-ന് 10:07 ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നു. പിന്നെ അടുത്ത ഒരു രാശിമാറ്റം 1.5 വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹുവിൻ്റെ കേതുവിൻ്റെയും ആക്സിസാണ്. അത് മെയ് 18-ന് 9:30 രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും സഞ്ചരിക്കുന്നു. ഈ രാശിമാറ്റം ഓരോരുത്തരെയും നല്ലതായിട്ടും ചീത്തയായിട്ടുമൊക്കെ അനുഭവിപ്പിക്കും എന്നുള്ളത് അറിയണം. ഈ രാശി മാറ്റങ്ങൾ പൊതുവെ ബാധിക്കുന്നുവെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം ഉൾപ്പെട്ട മേടക്കൂറുകാർക്ക് 2-ാം ഭാവത്തിൽ വ്യാഴവും 11-ാം ഭാവത്തിൽ ശനിയും 12-ാം ഭാവത്തിൽ രാഹുവും നിന്നുകൊണ്ട് ശുഭഫലങ്ങളാണ് ഇതുവരെ അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ മാർച്ച് 29-ലെ രാശി മാറ്റം അവരിൽ 7-2 ശനി തുടക്കമായി എന്ന് മനസ്സിലാക്കണം. ശനി 12-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ചെലവുകളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവപ്പെടുത്താൻ സാധ്യതയുണ്ട്. വ്യാഴമാണെങ്കിൽ മെയ് 14-ന് വ്യാഴം മാറുന്നതോടുകൂടി അനുകൂലമായിരുന്ന വ്യാഴവും 3-ലോട്ട് മറയുകയാണ്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടിക്കുവാൻ പര്യാപ്തമാണ് എന്നുമുണ്ട്. അപ്പോൾ വ്യാഴപ്രീതി വരുത്തേണ്ടതും ആവശ്യമാണ്. പിന്നെ മെയ് 19-ാം തീയതി ആ രാഹുവും അനിഷ്ടമായിരുന്ന രാഹുവാണ്, അത് 11-ലോട്ട് മാറുന്നു എന്നൊരു ഗുണഫലമുണ്ട്. എന്നാൽ അതോടുകൂടി കേതു 5-ലോട്ട് മാറുന്നു. അത് സന്താന അരിഷ്ടതകൾക്കൊക്കെ വഴിതെളിച്ചേക്കാമെന്ന് വരുന്നു. അപ്പോൾ അതിനും വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. ഗണപതി ഭഗവാനെ ഭജിക്കുകയൊക്കെയാണ് അതിന് പറ്റുന്നത്. അപ്പോൾ ഇവർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം, വ്യാഴപ്രീതി വരുത്തണം, അതുപോലെ തന്നെ കേതുവിനെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഇടവക്കൂറ്, അതായത് കാർത്തിക 2, 3, 4 പാദങ്ങളും രോഹിണി മകയിര 1, 2 പാദത്തിൽ ജനിച്ച ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി അവർക്ക് അനുകൂലമായി വരികയാണ്. അതുപോലെ ജന്മത്തിൽ വ്യാഴമാണ്, 10-ാം ഭാവത്തിൽ ശനിയും 11-ാം ഭാവത്തിൽ രാഹുവുമാണ് അവർക്കിപ്പോൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ഈ ശനിയുടെ മാറ്റം, രാശിമാറ്റം മാർച്ച് 29-ന് രാശി മാറുമ്പോൾ ഇവർക്ക് ശനി 11-ലോട്ട് വന്ന് ശുഭഫലങ്ങൾ ചെയ്യും. 10-ാം ഭാവത്തിൽ ജോലി സംബന്ധമായ ക്ലേശങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ അനുകൂലമായിട്ട് മാറും. ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം 2-ലോട്ട് വരും മെയ് 14-ന് ശേഷം. അതും അവർക്ക് അനുകൂലമാണ്. എന്നാൽ രാഹു ആവട്ടെ ഇവർക്ക് 10-ലോട്ട് പോകുന്നു. അപ്പോൾ വീണ്ടും ഒരു അനുകൂല 11-ാം ഭാവത്തിൽ നിന്ന് അനുകൂലമായിരുന്ന രാഹുവാണ് 10-ലോട്ട് പോയി ജോലി സംബന്ധമായ ചില ക്ലേശങ്ങൾ വീണ്ടും വരുത്തുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ രാഹു പ്രീതി അത്യാവശ്യമായിട്ട് നടത്തിക്കൊള്ളണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ അവർക്ക്, അതായത് മകയിരം 3, 4 പാദം, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ. ഇവർക്ക് 12-ാം ഭാവത്തിൽ വ്യാഴവും 9-ാം ഭാവത്തിൽ ശനിയും 10-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ അധികമായിട്ട് വഴി നടന്നിട്ടുള്ള ക്ലേശങ്ങളും അതുപോലെ ദുഃഖങ്ങളും ഒക്കെ ആയിരുന്നു ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം 12-ാം ഭാവത്തിലെ വ്യാഴം മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഈ മാർച്ച് 29-ന് ശേഷം ശനി അവർക്ക് 9-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിലോട്ട് വരുന്നു. അപ്പോൾ ജോലി സംബന്ധമായ അല്ലറച്ചില്ല അധ്വാനങ്ങളൊക്കെ വേണ്ടി വരും. കണ്ടകശനിയാണ് എന്ന് മനസ്സിലാക്കണം. 10-ലോട്ട് വരുമ്പോൾ അത് കണ്ടകശനിയായി വരികയാണ്. അപ്പോൾ അതിൻ്റേതായ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. പിന്നെ വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ജന്മത്തിൽ വരികയാണ്. അപ്പോൾ ജന്മത്തിലെ വ്യാഴം കക്ഷത്തിലെ കുരു പോലെ കണക്കാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു അല്ലറച്ചില്ല ക്ലേശങ്ങളൊക്കെ വ്യാഴവും വരുത്തും എന്നേ പറയേണ്ടതുള്ളൂ. എന്നാലും 12-ാം ഭാവത്തിൽ നിന്ന വ്യാഴത്തിനേക്കാൾ ഇത്തിരിയൂടെ മെച്ചപ്പെട്ട അവസ്ഥയാണ് ഈ വ്യാഴം കൊണ്ട് തരുന്നത്. പിന്നെ 10-ൽ നിന്നിരുന്ന രാഹു 9-ലോട്ട് വരികയാണ്. അപ്പോൾ ഈ രാഹുവിനെയും പ്രീതിപ്പെടുത്തിക്കൊള്ളണം. വ്യാഴത്തിനെയും ശനിയെയും ഒക്കെ ഇവർ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. കണ്ടകശനി ആയതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുകയോ ശാസ്താവിനെ ഭജിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അടുത്തത് കർക്കിടകക്കൂറുകാരുടെ കാര്യമാണ് പറയേണ്ടത്. ഇവർക്ക്
പുണർദം 4-ാം പാദം, പൂയം, ആയില്യം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് ഇവർക്ക് വ്യാഴം 11-ാം ഭാവത്തിലും ശനി 8-ാം ഭാവത്തിലും രാഹു 9-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായി അവർക്ക് ഇഷ്ടകാര്യ ആനുകൂല്യങ്ങളും വിശേഷാൽ സ്ഥാനപ്രാപ്തിയുമൊക്കെ ഇതുവരെ അവർക്ക് ഉണ്ടായിരുന്നിരുന്നു. എന്നാൽ 2025 മെയ് മധ്യത്തോടു കൂടി വ്യാഴം 12-ാം ഭാവത്തിൽ വന്നിരിക്കുന്നു. അതായത് വ്യാഴം ഒന്ന് മറയുന്നു എന്നർത്ഥം. അത് അനുകൂലമല്ല. പിന്നെ ശനിയാണെങ്കിലോ, ശനിയാണെങ്കിൽ 9-ാം ഭാവത്തിലോട്ടെത്തി രാഹു 8-ലോട്ട് മറയുകയാണ്. രാഹു അപ്പോൾ വിദേശ സഞ്ചാരമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. വ്യാഴം 12-ൽ വന്നതുകൊണ്ടുള്ളൊരു ദൈവാധീനക്കുറവുണ്ട്. അഷ്ടമശനി മാറുകയാണ് എന്നുള്ളൊരു ഗുണമുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഇവരെ വ്യാഴത്തിനെ ഇനി പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ. മകം, പൂരം, ഉത്രം 1-ാം പാദം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് 10-ാം ഭാവത്തിൽ വ്യാഴവും 7-ാം ഭാവത്തിൽ ശനി കണ്ടകശനിയായിട്ടും അതുപോലെ 8-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ പ്രവർത്തനങ്ങളിലൊക്കെ കാലതാമസമൊക്കെ ഉണ്ടാകും കണ്ടകശനി ആയതിനാൽ. അതുപോലെ തന്നെ ബന്ധുക്കളുടെ വേർപാട് മനോവിഷമത്തിനൊക്കെ ഇടയാക്കുകയായിരുന്നു. അതുപോലെ പ്രവൃത്തിക്കും തക്കതായ അംഗീകാരമൊന്നും ലഭിക്കാത്ത ഒരു സമയമായിരുന്നു നടന്നു പോകുന്നത്. എന്നാൽ ഇവർക്കിപ്പോൾ ഇനി വ്യാഴം അനുകൂലമായി വരികയാണ്. 11-ലാണ് വ്യാഴം വരുന്നത്, ലാഭസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും. പക്ഷേ ശനി അഷ്ടമശനിയായിട്ട് വരുന്നു. അത് ചില ആരോഗ്യക്ലേശങ്ങൾക്കൊക്കെ വഴിതെളിച്ചേക്കാം. അതുപോലെ തന്നെ രാഹു 7-ൽ വരുന്നു എന്നുള്ളൊരു ദോഷവും വരുന്നുണ്ട്. അതായത് രാഹു 7-ൽ വരുമ്പോൾ പങ്കാളികൾക്ക് ഒക്കെ ദോഷമാണ്. അതായത് കൂട്ടുകച്ചവടക്കാരും പങ്കാളികൾക്ക് ചില ദോഷങ്ങളൊക്കെ വരുന്നു. അതുപോലെ കേതു ആണെങ്കിൽ ജന്മത്തിലുമാണ്. അപ്പം അങ്ങനെയൊക്കെ ചില ദോഷങ്ങൾ, ശാരീരിക ക്ലേശങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാലും വ്യാഴം അനുകൂലമായതിനാൽ പ്രശ്നങ്ങളെയൊക്കെ അവർക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് തന്നെ മനസ്സിലാക്കാം. എന്നിരുന്നാലും ഈ ശനിയേക്കും രാഹു കേതുക്കളെയും ഒക്കെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും പക്കനാൾ തോറും ശിവന് ധാര നടത്തി അഷ്ടമശനിയുടെ ദോഷം ദൂരീകരിക്കുകയും സർപ്പസംബന്ധമായ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും അതുപോലെ ആയില്യത്തിനൊക്കെ ഉറുമ്പാലും പോലുള്ള വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ എന്തുകൊണ്ടും നന്നായിരിക്കും. ഇനി അടുത്തത് ഉത്രം 2, 3, 4 പാദവും അത്തവും ചിത്തിര 1, 2 പാദവും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ 9-ാം ഭാവത്തിൽ വ്യാഴവും 6-ാം ഭാവത്തിൽ ശനിയും 7-ാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്ന കാലമാകയാൽ ധനലാഭം, സുഖം, പുത്രസുഖം, കാര്യനിവൃത്തി, അധികാരശക്തി, സാമർഥ്യം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു ഏപ്രിൽ വരെ നടക്കുന്നത്. അതുപോലെ എന്നാൽ അവർക്ക് ഇനിയിപ്പോഴങ്ങോട്ട് ശനി മാറുമ്പോൾ ആ ശനി 7-ൽ കണ്ടകസ്ഥാനത്ത് വരുന്നു എന്നുള്ളൊരു ദോഷമുണ്ട്. പിന്നെ വ്യാഴമാണെങ്കിൽ 10-ലോട്ട് പോകുന്നു. വ്യാഴം 10-ൽ നിൽക്കുന്നു. പിന്നെ 6-ൽ രാഹുവും 12-ൽ കേതുവുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 7 നിൽക്കുന്ന രാഹു ചില ദോഷഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്ന് അത് 6-ലോട്ട് പോകുന്നു. അത് ഒരു ഗുണഫലം തന്നെയാണ്. എന്നാലും 12-ലേക്ക് കേതു ചിലവുകളൊക്കെ അധികരിപ്പിക്കും. അതുപോലെ 7-ൽ ശനിയും കൂടെയാണ്, കണ്ടകശനിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശനിയെയും കേതുവിനെയൊക്കെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഈ ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ അവർക്ക് 8-ാം ഭാവത്തിൽ വ്യാഴവും 5-ാം ഭാവത്തിൽ ശനിയും 6-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ അത്യധ്വാനം കൊണ്ട് ക്ലേശവും ബന്ധനം, ശോകം, രോഗം ഇങ്ങനെ അതുപോലെ അഗ്നിഭയവും ചോരഭയവും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതായത് വ്യാഴം മറഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. എന്നാൽ ഈ വ്യാഴം 9-ലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഈശ്വരാധീനമൊക്കെ വർദ്ധിക്കും. അത് അങ്ങനെ അതായത് മെയ് 14-ൻ്റെ ആ വ്യാഴമാറ്റം കഴിയുമ്പോൾ. പിന്നെ ശനിയാണെങ്കിലോ ഇതുവരെ 5-ൽ നിന്നിരുന്ന ശനി ചില സന്താന ക്ലേശങ്ങളോ ഉദര സംബന്ധമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ അതിന് 6-ലോട്ട് വരികയാണ്. അപ്പോൾ ശത്രുക്കളെയൊക്കെ ജയിക്കാൻ പറ്റും. ശത്രുക്കളിൽ നിന്നൊക്കെ ഒരു ജയവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ രാഹു 5-ലും 11-ൽ കേതുവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലാഭസ്ഥാനത്താണ് കേതു, അത് ഗുണഫലം നൽകും. 5-ൽ രാഹു മനസ്സിന് ചില അസ്വാസ്ഥ്യങ്ങളും മാനസിക ചില അല്ലറ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സന്താനങ്ങൾക്കും ഒക്കെ ഒരു അരിഷ്ട. പിന്നെ 9-ലെ വ്യാഴം അനുകൂലമാകയാൽ അതിൽ നിന്നൊക്കെ നമുക്ക്
രക്ഷപ്പെടാൻ പറ്റും. അത് ഒരു അനുകൂല ഫലം തന്നെ ചെയ്യും. എന്നിരുന്നാലും ഈ രാഹുക്കളെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇനി വൃശ്ചികക്കൂറ്, വിശാഖം 4, അനിഴം, തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ് പറയേണ്ടത്. ഇവർക്ക് 7ാം ഭാവത്തിലായിരുന്നു വ്യാഴം, പിന്നെ 4ാം ഭാവത്തിൽ ശനി കണ്ടകശനിയായിട്ട് നിന്നിരുന്നു, പിന്നെ 5ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ രാജസമ്മാനം, 7ാം ഭാവത്തിലെ വ്യാഴമായതുകൊണ്ട് തന്നെ രാജസമ്മാനം, ഉത്തമ ഭോജനം, കാര്യങ്ങളിൽ സഫലത ഇങ്ങനെയൊക്കെ ഉണ്ടായി. എന്നാലും 4ാം ഭാവത്തിലെ ശനി ചില ക്ലേശഫലങ്ങളും ഒക്കെ അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത് ഇനിയിപ്പോൾ വ്യാഴം അങ്ങ് 8ലോട്ട് മറയുകയാണ്. അതൊരു ദോഷം തന്നെയാണ്. എന്നാലും കണ്ടകശനി മാറി ശനി 5ലോട്ട് വന്നു. പിന്നെ 4ൽ രാഹുവും 10ൽ കേതുവും നിൽക്കുന്നു. ഈ 4ലെ രാഹുവുമൊക്കെ ചില വീട്ടിൽ ചില പ്രശ്നങ്ങളും അല്ലറ ചില്ലറ അലച്ചിലും ഒക്കെ വരുവാൻ സാധ്യതയുണ്ട്. വ്യാഴമാണെങ്കിൽ അനുകൂലമല്ല താനും. അതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ആണെങ്കിൽ കർമ്മസ്ഥാനത്ത് കേതുവാണ്. അപ്പോൾ അതിൻ്റെയും ജോലിസ്ഥലത്തും എന്തെങ്കിലുമൊക്കെ അസ്വാസ്ഥ്യങ്ങളുണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് കേതുവിനെയും പ്രീതിപ്പെടുത്തിക്കൊള്ളണം. ഇനിയുള്ളത് ധനുക്കൂറിനെ പറ്റി പറയുകയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാടം 1ാം പാദത്തിൽ ഉൾപ്പെടുന്ന ധനുക്കൂറ്. അവിടെ അവർക്ക് 6ൽ വ്യാഴവും 3ാം ഭാവത്തിൽ ശനിയും 4ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഈ 6ാം ഭാവത്തിലെ വ്യാഴം ചില ദോഷഫലങ്ങൾ, വ്യാഴം മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദുഃഖാവസ്ഥകളൊക്കെ തന്നെയായിരുന്നു കാണണം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ 7ൽ വ്യാഴം വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വേണം കരുതുവാൻ. എന്നാൽ മറ്റൊരു പ്രശ്നമുള്ളത് ഇവർക്ക് 3ൽ നിന്ന് ശനി, കണ്ടകസ്ഥാനമായ ശനി 4ലോട്ട് വരികയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ശനി പ്രീതി നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ 3ൽ രാഹുവും 9ൽ കേതുവും ഉള്ളതുകൊണ്ട് അവർ 9ലെ കേതു ദൈവാധീനത്തിനെ സാരമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് ഇങ്ങനെ കേതു പ്രീതിയും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ മകരക്കൂറുകാരെ പറയുകയാണെങ്കിൽ അവർക്ക് ഉത്രാടം 2, 3, 4 പാദവും തിരുവോണവും അവിട്ടം 1, 2 പാദവും ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ പറ്റിയാണ് പറയേണ്ടത്. അത് അവർക്ക് 7ാം ശനി അവസാനിക്കുന്നു എന്നുള്ളതൊരു വലിയ ആശ്വാസത്തിന് വക നൽകും. വ്യാഴം 5ാം ഭാവത്തിലും ശനി 2ാം ഭാവത്തിലും രാഹു 3ാം ഭാവത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇനിയിപ്പോൾ ഈ 7ാം ശനി മാറി ശനി 3ലേക്കും രാഹു 2ലേക്കും കേതു അഷ്ടമത്തിലുമായിട്ട് വരുന്നു. പിന്നെ വ്യാഴം മറയുന്നു എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ വ്യാഴപ്രീതി വരുത്തി കഴിയുകയാണെങ്കിൽ അവർക്ക് സുഖാനുഭവങ്ങളൊക്കെ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യാഴപ്രീതിയാണ് ഇവർ വരുത്തേണ്ടത്. വ്യാഴം 6ലോട്ട് വന്നതിനാൽ. ഇനി അവിട്ടം 3, 4 പാദം, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദത്തിൽ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴം 4ാം ഭാവത്തിലും ശനി ജന്മത്തിലും രാഹു 2ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. അതായത് അവർക്ക് 7ാം ശനിയിൽ ശനി ജന്മത്തിൽ നിൽക്കുന്ന കാലമായതുകൊണ്ട് ഇവർക്ക് ചിലവൊക്കെ അധികരിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതവർക്കൊരു ബന്ധുവിയോഗം ഒക്കെ ഉണ്ടായ സമയമാണ്. ആരോഗ്യമൊക്കെ ഇച്ചിരി മോശമായിരുന്നു കാണണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനിയിപ്പോൾ ഈ ശനിമാറ്റം ജന്മത്തിൽ നിന്നും അവർക്ക് ശനി 2ലേക്കാണ് വരുന്നത്. അപ്പോഴും 2ലേക്ക് വരുമ്പോഴും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. വ്യാഴം ഇവർക്ക് 5ലേക്ക് വരുന്നു. അതൊരു നല്ല അവസ്ഥ തന്നെയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഈ ശനി 2ലോട്ട് 2.5 വർഷക്കാലം കൂടി വേണം അവർ ഈ 7ാം ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കുവാൻ. രാഹു അവർക്ക് ലഗ്നത്തിലോട്ട് അവരുടെ ജന്മത്തിലോട്ട് വരുന്നു, കേതു 7ലോട്ടും വരുന്നു. അപ്പം ഇങ്ങനെ ശാരീരിക ക്ലേശങ്ങളും ഒരു അലച്ചിലുമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അവർ ശനീശ്വരനെയും അതുപോലെ രാഹുകേതുക്കളെയും പ്രീതിപ്പെടുത്തണം എന്നുള്ളത് വളരെ ആവശ്യമായിട്ട് വരുന്നു. മീനക്കൂറ്, പൂരിട്ടാതി 4, ഉത്രട്ടാതി, രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് 3ാം ഭാവത്തിൽ വ്യാഴവും 12ാം ഭാവത്തിൽ ശനിയും ജന്മഭാവത്തിൽ രാഹുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അവർക്ക് സ്ഥാനച്യുതിയും ഉദ്യോഗസ്ഥലത്ത് കലഹവും ശാരീരിക ക്ലേശവും ഒക്കെ സാധ്യത കാണുന്നു. കാരണം 7ാം ശനി ആയിരുന്നല്ലോ അവർക്ക്. 7ാം ശനി 2.5 വർഷം കൊണ്ട് അവർ അനുഭവിക്കുകയാണ്. അവർക്ക് ആരോഗ്യ സംബന്ധമായ ക്ലേശങ്ങളും അതുപോലെ വാക്ക് തർക്കം, അതുപോലെ ഇച്ചിരി ചിലവ് ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അത് വ്യാഴം 4ലോട്ട് വരുന്നു. പിന്നെ ശനിയാണെങ്കിൽ ജന്മത്തിൽ വരുന്നു.
രാഹു 12-ലും കേതു 6-ലും. അപ്പം ശരിക്കും സമയം ഇത്തിരി മോശപ്പെട്ട സമയം തന്നെ പറയണം. എന്തെന്ന് വെച്ചാൽ ശനി ജന്മത്തിൽ നിൽക്കുന്നു, രാഹു 12-ലും. അപ്പോൾ ചിലവ് അധികരിക്കും, ആരോഗ്യക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ കേതു 6-ൽ നിൽക്കുന്നത് കൊണ്ട് ചില ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് രാഹു കേതുക്കളെയും ശനിയെയും ഒക്കെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. 4-ൽ വ്യാഴമുള്ളത് കൊണ്ട് അവർക്കും പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു ഈശ്വരാധീനം വന്നുകൊള്ളും എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇങ്ങനെ മറ്റ് ഗ്രഹങ്ങളായ ബുധൻ, ശുക്രൻ, കുജൻ, ആദിത്യൻ ഇവരുടെ സ്വാധീനവും ഒരളവ് വരെ മനുഷ്യനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നിരുന്നാൽ ഇവയൊക്കെ ഒരു മാസം 1-1.5 മാസത്തിനകത്ത് രാശി മാറുന്നു. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പരാമർശിക്കാതെ ഇരിക്കുന്നത്. അതേസമയം വ്യാഴം 1 വർഷവും ശനി 2.5 വർഷവും രാഹുകേതുക്കൾ 1.5 വർഷവും ഒക്കെ ഒരുവനെ സ്വാധീനിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രഹമാറ്റത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചാരഫലം ചിന്തിക്കുവാൻ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ രാശിഫലങ്ങൾ പറയുമെങ്കിലും എല്ലാവരെയും ഒരേ രീതിയിലല്ല ഈ ഒരു ഗ്രഹമാറ്റവും ഒക്കെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ജാതകത്തിൽ എങ്ങനെയാണോ അപ്പോൾ നടക്കുന്ന ദശാകാലവും അപഹാരകാലവും ഈ നിൽക്കുന്ന വ്യാഴവുമൊക്കെ ശുഭമായിട്ടാണോ നിൽക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചാരവശാലുള്ള ശുഭഫലങ്ങൾക്ക് പൂർണ്ണമായ ഒരു അനുഭവം ലഭിക്കൂ എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ വലിയ ദശാകാലമൊക്കെ വളരെ കഠിനമായ ദശാകാലവും അപഹാരവും ഒക്കെ നടക്കുകയാണെങ്കിൽ ഈ വ്യാഴം ചാരവശാൽ അനുകൂലമായെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടും എന്നുള്ളതും ഉണ്ട്. ശനിയും അതുപോലെ തന്നെ. ശനി ജാതകത്തിൽ യോഗത്തോടു കൂടിയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശനി അനുകൂലമല്ലെങ്കിൽ, ചാരവശാൽ അനുകൂലമല്ലെങ്കിൽ പോലും അത്ര തന്നെ എഫക്റ്റ് ചെയ്യുകയും ഇല്ല. അപ്പോൾ നമുക്ക് പൂജകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്താൽ ശനി ദോഷം ഒരുപാടൊന്നും ഏൽക്കുകയില്ല എന്നും മനസ്സിലാക്കണം. അതല്ല, ശനി ജാതകത്തിലും ദോഷമാണ്, അതുപോലെ തന്നെ ദശാവഹാര കാലങ്ങളും ദോഷമുള്ളതാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ശനി ചാരവശാൽ അനുകൂലമല്ലെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ ജാതകനെ ബാധിക്കും. അപ്പോൾ നമ്മളുടെ ഏറ്റവും ശനീശ്വര പ്രീതികരമായൊക്കെ കർമ്മങ്ങൾക്കൊക്കെ കൂടുതൽ ശക്തി കൊടുക്കണം. ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുക, ശാസ്താക്ഷേത്രങ്ങൾ ദർശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ, നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുക, ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാരകാലങ്ങൾ മനസ്സിലാക്കിയും ഇപ്പോൾ നടക്കുന്ന ഗ്രഹഗോചരങ്ങൾ മനസ്സിലാക്കിയും ദോഷപരിഹാരങ്ങൾ വേണമെങ്കിൽ അത് അനുഷ്ഠിച്ചും ഈശ്വരസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഒരു ശുഭവർഷം തന്നെ 2025 ഏവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.